നിന്നെ എവിടൊക്കെ നോക്കിയെന്നറിയാം. എന്തിനാ? ഒന്ന് കാണാൻ. അങ്ങനെ നോക്കാതെ. നല്ല ബ്ലൗസ്. ഈ നിറം നിനക്ക് ചേരുന്നു. ഞാൻ പോന്നു. പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസേ ഇടാറില്ലെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എന്തിനാ ഈ പന്ന പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് ആഴം കൂടുതലാ. മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ, നനയും. ഞാൻ നിന്നെ കെട്ടട്ടെ? കരിയാണോ? എന്താ, എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ? എന്റെ വീട്ടിനെ കുറിച്ച് അറിയാലോ. അറിയാം. അതെന്താ? പണിയിൽ നിന്നും വീണ് നടുവടഞ്ഞ അപ്പൻ, കാശില്ലാത്ത വീട്ടിലെ പെണ്ണ്, കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല. എന്താടാ നേശമണി? ജോലിക്ക് അപേക്ഷിക്കുക, അല്ലാതെന്താ? എന്നിട്ട് എന്തായി? കിടപ്പാടം പണയത്തിലായി, അത്രയും. ഈ സർക്കാർ ജോലി കിട്ടാൻ വലിയ പാടല്ലേ? അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ. ഞാൻ തരാം. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇത് മതിയോ? ഇപ്പൊ അത് മതി. അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം. വിഷമിക്കാടാ നേശമണി, ഇപ്രാവശ്യം നിനക്ക് കിട്ടും. എനിക്ക് ചന്തെടുത്ത് കയറണം. ഞാൻ പോട്ടെ. ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു. ഇന്ന് തന്നെ അവൻ അടിച്ചൊതുക്കണം. അല്ലെങ്കിൽ നോ 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 നോ, വേണ്ട. ഇവനൊക്കെ കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയാണ് വേണ്ടത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. നീ പോടാ, നാട്ടുകാർ മുമ്പിൽ തല്ലുകൊണ്ടത് ഞാനാണ്. അല്ല, അസാരമില്ല. നമ്മളിമാരോട് പിണങ്ങിയാൽ വേഗത്തിലൂടെ കച്ചവടത്തിന് വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് ശരിയാ. എന്താ കലരാശന്റെ മുഖത്തിൽ വല്ലായ്മ? സായിപ്പിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത്. മേലെ അല്ലാതുണ്ടാവില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കമ്പനിയിൽ ജോലി ചെയ്യും. മാസം ശമ്പളവും വാങ്ങിക്കും. അത്ര തന്നെ. അത് പിന്നെ ആലോചിക്കാം. നാളെ ഒരു 50 രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോണം. ഞാൻ സണ്ണിയോട് പറഞ്ഞേക്കാം. എടാ, ഞാൻ വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും ജയിലിൽ പിടിച്ചിടാൻ കഴിയും. പക്ഷെ അത് കാരണം നമ്മുടെ ബിസിനസ് തകരാറാൻ പാടില്ല. ബിസിനസ് വരുന്നു.
ഏയ്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടിയല്ലോ. ഓ, അത് കേട്ടപ്പോഴേക്കും കവളങ്ങ് ചുമന്നു വരുന്നു. നീ പൊടി, എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ്. അതെന്താ? ദേ, ആരാ വരുന്നത് നോക്കി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ നീ എന്നെ ശപിക്കും. ഞാൻ പോന്നു. എന്താ ആലോചിക്കുന്നത്? ഞാൻ കടം വാങ്ങാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. നാളെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണല്ലേ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. 15 രൂപ തരാൻ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ കരയിക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. എന്തു ചെയ്യാം, നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടവരായി പോയി. നിങ്ങൾക്കറിയാമോ, അപ്പൻ കെട്ടും ചുമച്ചു തുപ്പിക്കൊണ്ടാണ് പന കയറുന്നത്. എനിക്ക് വേണ്ടി. അത്രയും കഷ്ടമൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഇന്നലെ കരഞ്ഞല്ലേ? കണ്ണീരൊളിച്ച് പാടിയാൻ കണ്ടല്ലോ. എന്റെ കരൾ തടിക്കാൻ എനിക്ക് തോന്നുന്നു. കരണത്തടിക്കുന്ന മുമ്പേ എനിക്കൊരു ബ്ലൗസ് വാങ്ങിച്ചിട്ടാ. ദാ കണ്ട, ഇന്നലെ വലിച്ചു കീറിയില്ലേ? നിന്റെ ഇവിടെ ഒരു കറുത്ത മറമുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. അതെങ്ങനെ? മുഖത്ത് നോക്കാറില്ലല്ലോ, വേറെ വല്ലയിടത്തല്ലേ നോട്ടം. കഴിഞ്ഞ മാസം ഞങ്ങളുടെ തേങ്ങയൊക്കെ ഇവനാ മോഷ്ടിച്ചത്. വല്ല കാര്യമുണ്ടോ പിള്ളേരെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചിട്ട്? ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യാനാ, മോഷ്ടിക്കാനല്ലാതെ. കാളുകൾ രണ്ടും ചത്തു, കൊപ്പറ വാങ്ങിക്കാൻ കാശുമില്ല. നിനക്ക് വല്ല കൂലി വിലയ്ക്ക് പോകാമല്ലേ? വേറെ എന്ത് ജോലി ചെയ്യാനാ? ആകെ അറിയാവുന്ന ചക്കാട്ടില്ല. പിന്നെ ഇപ്പൊ മോഷണോ? ആ, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക, ഞാനൊന്നും പറയാനില്ല. മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ. പന കയറാനൊന്നും നോക്കണ്ട. നിങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിരിക്കുന്നത് എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. മഴ വരുന്നു, വേഗം ആവട്ടെ. ആ ശരിയാ, മഴ വന്ന് നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. നല്ല സുഖമുള്ള തണുപ്പ് അല്ലേ? എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും. അതിനെന്താ ദേഷ്യപ്പെടുന്നത്? ഇതാ നല്ല ചൂട്, നല്ല രസം.
സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ, അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിട്ട് നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത് തടിയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഹേ, ഇതിച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വീണു നിനക്കറിയോ? അതെങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ, തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, കണ്ടു, മുഖമറയ്ക്കൊന്നും വേണ്ട. കേറി വാ. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ തല കയറാൻ പോകുന്നത്? അത് നമ്മുടെ മോൻ സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോ. വാഴേ, നല്ല ഉണക്കത്തേങ്ങയാ. അയ്യോ, എന്റെ മായ. കൊണ്ടുപോയി പൊട്ടിച്ചതാ. വേണ്ട വേണ്ട, ഒരു കാര്യം ചെയ്യ്, രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി. ഞാൻ പോന്നു. അതാ എന്തോ ഇത്? ഇഷ്ടായോ? ആ, എവിടുന്ന ഇത്? ചന്തന്ന് വാങ്ങിച്ചതാ. ഇട്ട് നോക്കിയേ. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ഷർട്ട് തന്നെ, വെളിച്ചം കിട്ടാ മതി. ആ, നീ തന്നെ വലിച്ചം കിട്ടെ, നോട്ടെ. ഇറക്ക്. ദാ ഇറക്ക്. ഓക്കേ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. വെറുതെ രൂപ അത്രയും പോയി. ആ, സാരമില്ല, നീ വന്നേ. വേണ്ട, എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ എള്ളൊക്കെ വിട്ടു പോകും. എടി, ഒന്ന് ഊരി തളിച്ചു പോ. എന്താ മോളെ? ഓ, മനസ്സിലായി. മോളിനി വെള്ളം കോരാനൊന്നും പോവണ്ട, അമ്മ കോരിക്കോളാം. എന്താ അമ്മേ? പെൺപിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ.